യഥാർത്ഥത്തിൽ ഏതൊരു മഹാൻ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴാണ് സ്വതന്ത്രനാവുക? ഒരു മനുഷ്യൻ എപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനാവുന്നത്? മനുഷ്യൻ സ്വതന്ത്രനാവുന്നത് രാവിലെ നമ്മൾ ഷേക്സ്പിയർ വായിക്കുന്നു, അത് കഴിഞ്ഞ് ഷേക്സ്പിയർ വായിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് അയാൾ മീൻ പിടിക്കാൻ പോകുന്നു. ഉച്ചയ്ക്ക് അയാൾ തത്വശാസ്ത്ര സംബന്ധമായുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നു, സംസാരിക്കുന്നു. വൈകുന്നേരങ്ങൾ അയാൾ മറ്റുള്ള കളികളിൽ ഏർപ്പെടുന്നു. രാത്രി ആ വ്യക്തി ബിഥോവൻ വായിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തി യഥാർത്ഥ സ്വതന്ത്രനാണ്. വ്യത്യസ്ത മണ്ഡലങ്ങളിൽ അവർ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ആസ്വദിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ സ്വതന്ത്രൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇന്ന് നമ്മുടെ ഇടയിലില്ല, മനുഷ്യന്മാരുടെ ഇടയിലില്ല. തീർത്തും മനുഷ്യൻ ഓരോ വ്യക്തികളെന്ന നിലയിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. വ്യക്തി സമൂഹത്തിൻ്റെ ഭാഗമാവുന്നേയില്ല. ഇതിൻ്റെ ഒക്കെ മൂലകാരണമെന്ന് നമ്മൾ പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ: നിങ്ങൾ സ്വതന്ത്രനല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ കുട്ടി അമ്മയ്ക്ക് അല്ലെങ്കിൽ രക്ഷിതാവിന് അടിമയാണ്, ഭാര്യ ഭർത്താവിന് അടിമയാവുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് അടിമയാവുന്നു, സമൂഹം മറ്റുള്ള രാഷ്ട്രീയ മേധാവിത്വത്തിന് അടിമകളാവുന്നു, രാഷ്ട്രീയക്കാർ അതിനപ്പുറത്തേക്കുള്ള ഏതിലോ ഒന്നിൽ അടിമകളാവുന്നു. ഇങ്ങനെ അടിമകളുടെ ചങ്ങല വളർന്ന് 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 വലുതായി വരുന്നു. അടിമച്ചങ്ങല. ഈ ചങ്ങല മാറ്റാതെ അല്ലെങ്കിൽ ഈ ചങ്ങലകളെ പൊട്ടിക്കാതെ നിങ്ങൾക്ക് സ്വതന്ത്രമാവാൻ കഴിയുന്നില്ല. അങ്ങനെ എല്ലാ തലത്തിലും എല്ലാ മേഖലകളിലും ഭീതി പടർത്തിക്കൊണ്ട് ഈ സമൂഹം മനുഷ്യനെ കാർന്നു തിന്നുന്നുണ്ട്. ഇതിൽ നിന്ന് സ്വതന്ത്രമാവാൻ വ്യക്തിഗതമായി ഓരോ ആളുകളും മനസ്സുകൊണ്ട് വിചാരിക്കണം. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒഴിവാക്കാൻ നിങ്ങൾക്ക് മാത്രമാണ് കഴിയുക. നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട്, സ്ട്രെയിൻ ഉണ്ട്. അതിനെ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിൽ നിന്നുള്ള മോചനം. നിങ്ങളുടെ ഇപ്പോഴുള്ള മാനസികമായ നിലവാരം എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് നിങ്ങൾ സ്വതന്ത്രനാവുന്നതോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് രാത്രി സുഖകരമായി കിടന്നുറങ്ങാൻ കഴിയാറുണ്ടോ? ഇല്ല, കിടന്നുറങ്ങാനേ കഴിയുന്നില്ല. കാരണം നിങ്ങൾക്ക് പല ചിന്തകളിൽ നിന്ന് പല കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടും. എല്ലാ ചിന്തകളും നിങ്ങൾക്ക് ഭീതിതമായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു രോഗിയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാ അസുഖങ്ങളും മനസ്സിൻ്റെ സൃഷ്ടിയാണ്, അല്ലേ? എല്ലാ അസുഖങ്ങളും 90% അസുഖങ്ങളും മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് നമ്മൾ സത്യത്തിൽ മൃതസഞ്ജീവിനി ക്രിയ അഭ്യസിക്കുന്നത്. വേറെ ഒന്നിനുമല്ല. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ കൺട്രോളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി ഈ ക്രിയയാണ്. ഈ ക്രിയ എളുപ്പവഴി എന്ന് ഞാൻ പറയാൻ കാരണം, യാതൊരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലാതെ, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും.